നമസ്കാരം, ഞാൻ ഡോക്ടർ സംഗം. സാധാരണയായിട്ട് ബ്രീത്തിങ് ഇഷ്യൂസ് ആയിട്ട് ക്ലിനിക്കിലേക്ക് വരുന്ന ചില പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് പുകവലിക്കാറുണ്ട് പക്ഷെ ഇപ്പം കൈകൊണ്ട് തൊടാറില്ല. അതുകൊണ്ടാണോ ഈ പ്രശ്നം വന്നത്? പണ്ടേ നിർത്തിയതല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ പൊതുവെ ചില പേഷ്യൻസ് പറയാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പണ്ട് വലിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ പണ്ടൊരു സിവിയർ ചെയിൻ സ്മോക്കർ ആണെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ശ്വാസകോശത്തിനുണ്ടായ ഡാമേജ്, അതായത് ശ്വാസകോശത്തിന് അന്നുണ്ടായ ഇമ്പാക്റ്റും പാർശ്വഫലങ്ങളൊക്കെ അത് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കും. അത് നമ്മൾ വലി നിർത്തിയാൽ പതുക്കെ മാറിപ്പോവുക അല്ലെങ്കിൽ ക്ലിയർ ആയി കിട്ടുക എന്നുള്ള ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നാണ് ശരിക്കുള്ള വാസ്തവം. അതുകൊണ്ട് നിങ്ങളൊരു ചെയിൻ സ്മോക്കർ ആണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്നു അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഇടവേളകളിൽ പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ എത്രത്തോളം പുകവലിക്കുന്നോ അത്രത്തോളം ഉണ്ടാകുന്ന ഡാമേജ് പെർമനന്റ് ആയിട്ട് അവിടെ നിലനിൽക്കും. അത് നിങ്ങൾക്ക് ആ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾ വാർദ്ധക്യത്തോടൊക്കെ അടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് പൊതുവെ. അതുകൊണ്ട് നിങ്ങൾ പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുക, അല്ലാതെ കുറച്ച് കുറച്ചായിട്ട് നിർത്തുക അല്ലെങ്കിൽ ഇടക്കിടക്കായിട്ട് വലിച്ച് പിന്നെ നിർത്താന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും പറ്റൂല. നിങ്ങൾ പെട്ടെന്ന് നിർത്തുക. അതാണ് നിങ്ങളുടെ ശ്വാസകോശത്തിനും നിങ്ങളുടെ ഹെൽത്തി കണ്ടീഷൻ ബെറ്റർ ആവാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത്.